ഹേ ഗായ്സ്, ഇന്ന് നമുക്ക് ഹാറ്റിലൊക്കെ ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ഫ്ലവർ ഉണ്ടാക്കിയാലോ. ഇത് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു 4 പ്ലേ ആണ്, പിന്നെ അതുപോലെ 4mm ഹൂക്ക് സൈസ് ഹൂക്കും ആണ് എടുത്തിരിക്കുന്നത്. അപ്പൊ സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം മാജിക് റിംഗ് ഇടാ, ഫസ്റ്റ് റൗണ്ട് ചെയ്യാ, ഫസ്റ്റ് 3 ചെയിൻ ഇടാ, ദെൻ മാജിക് റിംഗില് ഒരു സിംഗിൾ ക്രോഷ് ചെയ്യാ, എന്നിട്ട് വീണ്ടും 3 ചെയിൻ ഇടാ, വീണ്ടും സിംഗിൾ ക്രോഷ് ചെയ്യാ, വീണ്ടും 3 ചെയിൻ ഇടാ, ദെൻ സിംഗിൾ ക്രോഷ് ചെയ്യുക, അതുപോലെ വീണ്ടും 3 ചെയിൻ ഇടുക, ഒരു സിംഗിൾ ക്രോഷ് കൂടി ചെയ്യുക. അങ്ങനെ ആ മാജിക് റിംഗ് ക്ലോസ് ചെയ്യുക. അങ്ങനെ 4 പ്രാവശ്യമായിട്ടാണ് ചെയ്തിട്ടുള്ളത്. ദെൻ ആ ഫസ്റ്റ് ഇട്ട ചെയിനില് നമുക്ക് ഒരു സിംഗിൾ ക്രോഷ് ചെയ്യുക, അതിനുശേഷം ഒരു ചെയിൻ ഇടുക. ദെൻ ഇപ്പൊ 4 ടൈംസ് അല്ലേ ചെയ്തത്, അപ്പോ 4 ഗ്യാപ്പ് വന്നിട്ടുണ്ടാവും. അതിൽ ഫസ്റ്റത്തെ ഗ്യാപ്പിൽ നമുക്ക് ഒരു ചെയിൻ ഇട്ട് കൊടുത്തതിന് ശേഷം 3 ഡബിൾ ക്രോഷ് ചെയ്യുക, ദെൻ 1 ചെയിൻ ഇടുക, അതിലൊരു സിംഗിൾ ക്രോഷ് ചെയ്യുക. അങ്ങനെ ആ ഒരു ഗ്യാപ്പ് കംപ്ലീറ്റ് ആ ഒരു സ്റ്റിച്ച്, അങ്ങനെ ആ 4 ഗ്യാപ്പിലും സെയിം സ്റ്റിച്ച് തന്നെ കണ്ടിന്യൂ ചെയ്യുക. ഒരു സിംഗിൾ ക്രോഷ് ഇടുക, നെക്സ്റ്റ് ഹോളില്, ദെൻ 1 ചെയിൻ ഇടുക, 3 ഡബിൾ ക്രോഷ് ചെയ്യുക, ഒരു ചെയിൻ സ്റ്റിച്ച് ഇടുക, ഒരു സിംഗിൾ ക്രോഷ് ചെയ്യുക. ഞാൻ ലാസ്റ്റത്തെ ആ ഒരു പെറ്റലിൽ ചെയ്യുന്നതായിട്ട് ഒന്നും കൂടെ കാണിക്കുന്നുണ്ട്. ഒട്ടും ഞാൻ സ്പീഡ് ഇട്ടിട്ടില്ല കേട്ടോ, എന്നാലും നിങ്ങളൊന്ന് നോക്കാം. ഓക്കെ, ഈ ഫ്ലവർ ഒന്ന് ശ്രദ്ധിച്ച് നോക്കണം കേട്ടോ, ചിലപ്പോൾ കുറച്ച് പ്രശ്നം വരാൻ ചാൻസ് ഉണ്ട്. ദെൻ ഫസ്റ്റ് ഇട്ട ചെയിനിൽ സ്ലിപ്പ് സ്റ്റിച്ച് ഇടുക. റൗണ്ട് 3 ആണിത്. ഇത് ജസ്റ്റ് എല്ലാവരും നല്ല രീതിയിൽ ഒന്ന് നോക്കണം. ആദ്യം 4 ചെയിൻ ഇടുക, ദെൻ ആ ഫ്ലവർ ബാക്കിലേക്ക് എടുക്കുക. ബാക്കിലേക്ക് എടുത്തതിന് ശേഷം ആ തൊട്ടിപ്പുറത്ത് കാണുന്ന പെറ്റലിന്റെ നടുക്കിലായിട്ട് ഒരു സിംഗിൾ ക്രോഷ് ചെയ്യുക. അതിനുശേഷം വീണ്ടും 4 ചെയിൻ ഇടുക, ദെൻ ഇപ്പുറത്തെ ആ പെറ്റലിന്റെ ഹോളിലെ നടുക്കിക്കൂടെ ഒരു സിംഗിൾ ക്രോഷ് ചെയ്യുക. ഓക്കെ, ഇത് ഒന്ന് നല്ല രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ നല്ലോണം മനസ്സിലാവും. ഈസിയാണ് സംഭവം. 4 ചെയിൻ സ്റ്റിച്ച് ഇടുക, ദെൻ തൊട്ടിപ്പുറത്തെ ഹോളിലെ പെറ്റൽസിൽ കൂടെ നടുക്കിക്കൂടെ തന്നെ ഒരു സിംഗിൾ ക്രോഷ് ചെയ്യുക. അത്രേ ഉള്ളൂ. ഇത് റിപ്പീറ്റഡ് ആയിട്ട് 5 ടൈംസ് ആണ് ചെയ്യേണ്ടത്. ഓക്കെ, 4ാമത്തെ പെറ്റലിന്റെ ഹോളിൽ കൂടെയാണ് ഇപ്പൊ സിംഗിൾ ക്രോഷ് ചെയ്യുന്നത്. അതിനുശേഷം അപ്പൊ 4 പെറ്റലിൽ നമ്മൾ സിംഗിൾ ക്രോഷും ചെയ്തു, ചെയിനും ഇട്ടു കേട്ടോ. ഇത് ഫ്ലവറിന്റെ ബാക്കിലാണ് ചെയ്യേണ്ടത്. ദെൻ ഫ്രണ്ടിലാക്കിയിട്ട് ഒരു 4 ചെയിൻ സ്റ്റിച്ച് ഇടാം. നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ എളുപ്പത്തിനാണ് ഞാൻ ആ ഫസ്റ്റ് ചെയിൻ ചെയ്ത് കൊടുത്ത് സ്റ്റിച്ച് മാർക്കർ ഇട്ടത്. അതാണ് നമ്മുടെ ലാസ്റ്റത്തെ ആ റൗണ്ടിൽ ചെയ്യേണ്ട പാർട്ട് കേട്ടോ. അപ്പൊ ആ ഫ്ലവറിന്റെ ഫ്രണ്ടിൽ വെച്ചിട്ട് സിംഗിൾ ക്രോഷ് ഇട്ടു, ദെൻ ഒരു 2 ചെയിൻ സ്റ്റിച്ച് ഇട്ടു, ദെൻ 5 ഡബിൾ ക്രോഷ് ചെയ്തു, ഒരു ചെയിൻ സ്റ്റിച്ച് ഇട്ടു, ഒരു സിംഗിൾ ക്രോഷ് ചെയ്തു. അത് നമ്മൾ ആ 4 ചെയിൻ സ്റ്റിച്ച് ഇട്ടില്ലേ, ആ ഒരു ഏരിയ കംപ്ലീറ്റ് നമ്മൾ നെക്സ്റ്റ് പെറ്റൽ ഉണ്ടാക്കുകയാണ്. അതാണ് കേട്ടോ. അപ്പോ അടുത്ത റൗണ്ടിലെ പെറ്റലാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ, നമ്മൾ ആ ചെയിൻ ഇട്ട എല്ലാ മൊത്തം 5 ചെയിൻ ഉണ്ടാവും. ആ 5 ചെയിനിലും ആ 4th റൗണ്ടിലത്തെ സ്റ്റിച്ച് തന്നെ കണ്ടിന്യൂ ചെയ്യാം. പിന്നെ അതിന് ശേഷം നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ 5th റൗണ്ടിൽ ഇതിൽ 5 ചെയിൻ ഇടണം. ദെൻ നമ്മൾ തൊട്ട് മുന്നേ ചെയ്ത പെറ്റൽസിന്റെ ബാക്കിൽ കൂടെ ഹോളില് സിംഗിൾ ക്രോഷ് ചെയ്യാം. ദെൻ വീണ്ടും 5 ചെയിൻ സ്റ്റിച്ച് ഇടാം. ദെൻ ബാക്കി തന്നെ കേട്ടോ ആ പെറ്റൽസിന്റെ ഹോളിൽ കൂടെ ഒരു സിംഗിൾ ക്രോഷ് ചെയ്യുക. നമ്മൾ ആ സിംഗിൾ ക്രോഷ് ചെയ്ത് ജോയിൻ ചെയ്യുക കേട്ടോ നെക്സ്റ്റ് പെറ്റൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ദെൻ ലാസ്റ്റത്തേല് നമ്മൾ ഒരു 5 ചെയിൻ സ്റ്റിച്ച് ഇട്ടു. ദെൻ ഫസ്റ്റ് ചെയ്ത ചെയിൻ സ്റ്റിച്ചിന്റെ അവിടെ നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് ജോയിൻ ചെയ്തു. ഓക്കെ, അപ്പോ അങ്ങനെ നമ്മൾ 2 റൗണ്ട് പെറ്റൽസ് കഴിഞ്ഞു. ഇപ്പൊ ടോട്ടൽ 5 പെറ്റൽസ് ആണ് അതിൽ നമുക്ക് കിട്ടിയത്. ദെൻ ഒരു സിംഗിൾ ക്രോഷ് ചെയ്യുക, ദെൻ ഒരു ചെയിൻ സ്റ്റിച്ച് ഇട്ടു. ഇതിൽ നമ്മൾ 7 ഡബിൾ ക്രോഷ് ആണ് ചെയ്യുന്നത്. ഓക്കെ, ഫസ്റ്റ് ഡബിൾ ക്രോഷ് ചെയ്തു, സെക്കൻഡ് ഡബിൾ ക്രോഷ്, തേർഡ് ഡബിൾ ക്രോഷ്, 4th ഡബിൾ ക്രോഷ്, 5th ഡബിൾ ക്രോഷ്, 6th ഡബിൾ ക്രോഷ്, 7th ഡബിൾ ക്രോഷ് ചെയ്തു. അതിനുശേഷം ഒരു ചെയിൻ സ്റ്റിച്ച് ഇടുക, സിംഗിൾ ക്രോഷ് ചെയ്യുക. അപ്പൊ ലാസ്റ്റത്തേല് നമുക്ക് 6 പെറ്റൽസ് ഇട്ട് അങ്ങനെ നമ്മുടെ ഫ്ലവർ റെഡി ആയിട്ടുണ്ട്. എങ്ങനെയുണ്ട്? അപ്പൊ എല്ലാവരും ട്രൈ ചെയ്യണം.